അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഫാമിലി കുക്കിങ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം എല്ലാവരും ഒഴിവാക്കി കളയും അല്ലേ. പിന്നെ ഒന്നെങ്കിൽ മറിച്ച് കളയും, അല്ലെങ്കിൽ പിന്നെ ചെടികൾക്കും അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കിതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലീനിങ് പർപ്പസസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് കഞ്ഞിവെള്ളത്തിലേക്ക് ടൂത്ത് പേസ്റ്റ് ഇട്ടാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിന് വേണമെന്നില്ല. ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ ടൂത്ത് പേസ്റ്റിൻ്റെ കവറില്ലേ, നമ്മൾ കുറേ നെക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ കവറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഞെരടി അതിലുള്ള പേസ്റ്റൊക്കെ മൊത്തത്തിൽ അതിൻ്റെ അകത്തേക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടില്ലേ, കുറേ പേസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കഞ്ഞിവെള്ളത്തിലേക്കൊന്ന് ആക്കി കൊടുക്കാം. നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സുകളും ഇതൊക്കെ ഭയങ്കര ചായയൊക്കെ കുടിച്ചതിന് ശേഷം കളർ മാറിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാനും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ പൊടികളും അതിലുള്ള കറകളൊക്കെ പോക്കാനൊക്കെ അങ്ങനത്തെ കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നല്ല ബെസ്റ്റ് ടിപ്സാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ആ പേസ്റ്റ് മൊത്തത്തിൽ നന്നായിട്ട് കലക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സിലൊക്കെ ഈ ചായേൻ്റെ കറയൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ എത്ര കഴുകിയാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ കപ്പിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നില്ലേ, ബ്ലാക്ക് കളറിലൊക്കെ കറ പിടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളവും അതുപോലെ പേസ്റ്റും ഉപയോഗിച്ചിട്ട് അതെങ്ങനെ പോകുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ കഞ്ഞിവെള്ളം പേസ്റ്റും ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ഗ്ലാസ്സൊക്കെ ഒന്ന് ഇട്ട് വെക്കാനാണ്. അപ്പം ആ ചെറുതിലാവാത്തത് കൊണ്ടാണ് വലുതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരുപാട് പേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിൽ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ പേസ്റ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കുറച്ച് സമയം അങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയാകുന്നുണ്ട്. അതിൻ്റെ കറകളൊന്നുമില്ല കേട്ടോ. നല്ല നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ആ ഗ്ലാസിൻ്റെ കളർ കണ്ടോ, അത് കഴുകിയതിന് ശേഷം അതിൻ്റെ ഗ്ലാസിൻ്റെ കളർ നോക്കി കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നൊരു ഗ്ലാസ് ഒന്ന് എടുത്തിട്ടൊന്ന് കഴുകി നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ അതിൻ്റെ കളർ എന്താ ഉള്ളതെന്ന്. അപ്പോൾ ആ വെള്ളം തന്നെ ഒന്ന് ആ തുണിയിലൊന്ന് മുക്കിയതിന് ശേഷം അത് വെച്ചിട്ട് തന്നെ ഒന്ന് കഴുകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ കഴുകിയാൽ പോകും. പക്ഷേ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് കൈയൊന്നും മര്യാദയ്ക്ക് ഇതാവാത്തതുകൊണ്ടാണ് ഞാൻ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നത്. അധികം നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് ഉരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉരച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല പോലെ ക്ലീനായി കിട്ടുന്നുണ്ട്. നമുക്കിനി അതൊന്ന് കഴുകിയിട്ടൊന്ന് നോക്കാം. വീഡിയോയിൽ എത്രമാത്രം ക്ലിയറായി കാണുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇത് നല്ല പുതിയ ഗ്ലാസ് മേടിക്കില്ല അതുപോലെ ആയിട്ടുണ്ട്. നല്ല നിറവും വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ആ ചായക്കറേൻ്റെ ആ കറകളൊക്കെ പോയിട്ടുമുണ്ട് കേട്ടോ. ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കപ്പിൻ്റെ ഈ സൈഡിലൊക്കെ ഉള്ള ബ്ലാക്ക് നിറം അത് നമ്മൾ ഇതിലിപ്പം മുക്കി വെക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് ഈ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ മിക്സിയിലൊന്ന് ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരച്ചാൽ മതി. അപ്പോൾ ഈ ഉരക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് അതിൻ്റെ ബ്ലാക്ക് കളറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കപ്പും ഇതേപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ,
നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ആ കറുപ്പ് കളറൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തും സൈഡിലൊക്കെ നന്നായി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ടിൻ്റെ കൂടെ ഒന്ന് മാറ്റമൊന്നും നോക്കി നോക്കാം. നേരത്തെ ഇപ്പോൾ കഴുകിയതിൻ്റെയും കഴുകാത്തതിൻ്റെയും കണ്ടില്ലേ, ആ സൈഡിലൊക്കെ കറ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെത് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്ലാസ്സുകൾ ഇതവിടെ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലേ അതിൻ്റെ മാറ്റം? നല്ല പോലെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ട്. ചായൻ്റെ ആ കറയൊക്കെ പോയിട്ടുണ്ട്. നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. ആ കഞ്ഞിവെള്ളം ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്ത് ഗ്ലാസ്സൊക്കെ കഴുകാൻ യൂസ് ചെയ്ത് ആ കഞ്ഞിവെള്ളം തന്നെയാണ്. ഇനി അതിൻ്റെ അടപ്പൊന്ന് ഇട്ട് കൊടുക്കുക. അടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലത്തെ അടുപ്പാണ്. അപ്പോൾ അതിട്ടതിന് ശേഷം നമുക്കിത് വാഷ് ബേസിന് കഴുകാനും അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ കഴുകാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അതുപോലെ ഇതാ നമ്മുടെ സിങ്കും കഴുകാനും നല്ല വൃത്തിയായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ സിങ്കിലും ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നല്ല വൃത്തിയായി തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ കഞ്ഞിവെള്ളവും അതുപോലെ ആ പേസ്റ്റിൻ്റെ കവറിൻ്റെ മിക്സും ഉണ്ടല്ലോ, അതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പാത്രം കഴുകാനും ഉപയോഗിക്കുന്ന ഡിഷ് വാഷില്ലേ, അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിയുപ്പായാലും ഇല്ല കല്ലുപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കല്ലുപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രിക്കാണ് കേട്ടോ, കിടക്കാൻ നേരത്താണ്. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. മക്കളൊക്കെ കിടന്നിട്ടുണ്ട്. മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഭയങ്കര മഴയാണ്. അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ മഴയുണ്ടോ? നാളെ സ്കൂളില്ല കേട്ടോ, മഴ കാരണം സ്കൂളൊക്കെ നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ലിക്വിഡ് നമ്മുടെ ഈ വാഷ് ബേസിനുള്ള കറകളൊക്കെ പോക്കാൻ നല്ല ബെസ്റ്റാണ്. അതുപോലെ നമ്മുടെ ടൈലത്തെ കറ, ബാത്റൂമിൻ്റെ കറയൊക്കെ പോക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ വാഷ് ബേസിന് ഇപ്പോൾ കണ്ടോ നമ്മുടെ ഭയങ്കര കളറൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് കഴുകുകയാണെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആവും. അപ്പോൾ ഞാനിത് ഒഴിച്ച് അന്നേരം തന്നെ കഴുകുകയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് ഇവിടെ നമ്മൾ ഈ വെള്ളമൊക്കെ പോകുന്ന ഭാഗം കണ്ടില്ലേ കളറൊക്കെ, അപ്പോൾ അതിങ്ങനെ ഒഴിച്ചതിന് ശേഷം തന്നെ നല്ലപോലെ വൃത്തിയാകുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ബ്രഷൊന്നും വെച്ചിട്ട് ഉരക്കാതെ തന്നെ നല്ല വൃത്തിയായ പോലെ ഉണ്ട്. അപ്പോൾ ബ്രഷും കൂടെ വെച്ച് ഉരച്ചപ്പോൾ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ക്ലീൻ ആയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ആ ലിക്വിഡ് വെച്ച് കഴുകിയതിന് ശേഷം നമ്മുടെ വാഷ് ബേസിന് കണ്ടില്ലേ എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന്. കറകളൊക്കെ പോയിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടും ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഈ ഒരു ലിക്വിഡ് മാത്രം മതി. നല്ല വൃത്തിയായി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല പോലെ ക്ലീനായി കിട്ടുന്നുണ്ട്. ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ ഭാഗമൊക്കെ നല്ല പോലെ ക്ലീൻ ആയതിന് ശേഷം നമ്മൾ ഈ ബർണറിൻ്റെ ആ സൈഡ് ഭാഗത്തായിട്ട് കണ്ടിട്ടില്ലേ താഴെ ഇവിടെ ഫുള്ളായിട്ട് കറ പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പോകുന്ന നോക്കി നോക്കാം നമുക്ക്. അവിടെ ചെറുതായിട്ട് കറ പിടിച്ചതൊക്കെ ഈ തുണി വെച്ച് തുടക്കുമ്പോൾ തന്നെ പോയി കിട്ടുന്നുണ്ട്. നല്ലോണം കറയുള്ളത് നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ ഉരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലപോലെ ക്ലീനായി കിട്ടും. ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഇതാ ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ലേ എത്രമാത്രം അത് ക്ലീൻ ആകുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാ പറഞ്ഞാൽ നമുക്ക് ഇത് വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഉള്ള ഈ കഞ്ഞിവെള്ളം അതുപോലെ പേസ്റ്റിൻ്റെ കവർ മാത്രം കൊണ്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ കഴിയും കേട്ടോ. നല്ല സൂപ്പറാണ്. നമ്മളതുപോലെ ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ചതിന് ശേഷമുള്ള എണ്ണമയോ അതും ഇതൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു ലിക്വിഡ് മാത്രം മതി. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എത്രത്തോളം ഗ്യാസൊക്കെ പിന്നെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ബർണർ നമ്മൾ ആ ലിക്വിഡിൽ ഒരു കുറച്ച് സമയം ഇട്ടതിന് ശേഷം കഴുകുകയാണെങ്കിൽ ബർണർ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും, നല്ല ക്ലീനായി കിട്ടും. ഞാനിപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ രാത്രിക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങാൻ നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് കല്ലുപ്പോ പൊടിയുപ്പോ എന്താണെങ്കിലും നമുക്ക് എടുക്കാം. അതിന് ശേഷം നമ്മളിത് ഇങ്ങനൊരു ബൗളിലിട്ടത് നമ്മൾ ഇതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ചിക്കനും ബീഫും പിന്നെ അതുപോലെ മീനൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒന്നും സ്മെല്ല് നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവില്ല. പിന്നെ കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ്, അല്ല പൊടിയുപ്പാണെങ്കിൽ പൊടിയുപ്പ്, അതിൻ്റെ സ്മെല്ലൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.